ഗ്രിമ്മിന്റെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാമ്പ് രാക്ഷസനാണിത്. ഇത് പ്രത്യേകിച്ച് ശക്തനായ വിജനെ വേട്ടയാടുന്നു. പിന്നീട് അത് അവരുടെ മുഖം നീക്കം ചെയ്യുകയും അതിനൊരു മുഖമൂടിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ മുഖമൂടി ധരിക്കുന്ന ആർക്കും തൽക്ഷണം വിജന്റെ അതേ ശക്തി ലഭിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് ഉയർത്താൻ പോലും കഴിയാത്ത ബാർബെല്ലുകൾ ഇപ്പോൾ നിങ്ങൾക്ക് 100 കണക്കിന് തവണ ബെഞ്ച് പ്രസ് ചെയ്യാൻ കഴിയും. ലോകോത്തര ബോക്സർമാർ പോലും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. ഗോയോ ഒരു പ്രൊഫഷണൽ ബോക്സറാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു വിചിത്രമായ മാസ്ക് ഷോപ്പിലെത്തുന്നു. അവിടെ എല്ലാ മികച്ച ചാമ്പ്യന്മാരും ആ കടയിൽ നിർമ്മിച്ച മാസ്കുകൾ ധരിച്ചിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതിനാൽ ഗോയോയ്ക്കും ഒന്ന് വേണം. ഇത് കേട്ട് കടയുടമ നിഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഈ മാസ്കുകൾ വളരെ പ്രത്യേകമാണ്, എല്ലാവർക്കും വേണ്ടിയല്ല. ഗോയോ ചോദിക്കുന്നു, എത്ര? ഉടമ മറുപടി നൽകുന്നു, നിങ്ങളുടെ വരുമാനത്തിന്റെ പകുതി. ഗോയോ ഞെട്ടിപ്പോയി. അതെത്ര വിലയേറിയതാണെന്ന് കേട്ട് അവൻ വില കുറഞ്ഞ ഒരു മാസ്കുമായി പോകുന്നു. മത്സരത്തിന്റെ രാത്രിയിൽ അതേ വില കുറഞ്ഞ മാസ്ക് ധരിച്ച് അയാൾ റിംഗിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ എതിരാളിയായ വിദുഷക് പ്രവേശിക്കുന്നതുവരെ അയാൾക്ക് കാര്യമായ പ്രതികരണം ലഭിക്കുന്നില്ല. സ്റ്റേഡിയം മുഴുവൻ ആർപ്പുവിളികൾ കൊണ്ട് അലയടിക്കുന്നു. കഴിവിൽ ഇരുവരും തുല്യരാണ്. പക്ഷേ വിദുഷക്കിന് വലിയ ആരാധക വൃന്ദമുണ്ട്. അതിനാൽ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോരാടാൻ ഗോയോ നിർബന്ധിതനാവുകയും അവസാനം അപമാനികരമായി തോൽക്കുകയും ചെയ്യുന്നു. മത്സരത്തിന് ശേഷം ഗോയോ തന്റെ വില കുറഞ്ഞ മുഖമൂടി നോക്കുകയും നിരാശനാവുകയും ചെയ്യുന്നു. കോപത്തിൽ അവനത് വലിച്ചു കീറി കടയിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ ഒരു യഥാർത്ഥ മുഖമൂടിക്ക് തന്റെ വരുമാനത്തിന്റെ പകുതി നൽകാൻ അവൻ തയ്യാറാണ്. കടയുടമ അയാൾക്കൊരു കരാർ നൽകി. ഇതിൽ നിങ്ങളുടെ രക്തം കൊണ്ട് ഒപ്പിടണം എന്ന് പറയുന്നു. ഗോയോ ചിന്തിക്കാതെ ഒപ്പിടുന്നു. അയാൾ പോയ ഉടനെ കടയുടമ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും സ്വന്തം രക്തം കൊണ്ട് ഒപ്പിടുകയും ചെയ്യുന്നു. അവരുടെ ഒപ്പുകൾ സംയോജിപ്പിച്ച് കടും ചുവന്ന നിറത്തിലുള്ള ഒരു മുഖമൂടി രൂപപ്പെടുത്തുന്നു. തുടർന്ന് അയാൾ ഒരു അപകടകരമായ പുല്ലിപ്പുലി പോലുള്ള രാക്ഷസനെ കണ്ടെത്തി തന്റെ ന്യൂറോടോക്സിൻ ഉപയോഗിച്ച് അതിനെ കൊല്ലുകയും ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് അതിന്റെ മുഖം ഒരു മുഖമൂടിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഗോയോ മുഖമൂടി ശേഖരിക്കാൻ വരുന്നു. അയാൾ അത് ധരിച്ച ഉടനെ മുഖമൂടി അയാളുടെ മുഖത്ത് യോജിക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് അപാരമായ ഒരു ശക്തിയുടെ കുതിപ്പ് അനുഭവപ്പെടുന്നു. കടയുടമ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നു, മത്സരത്തിന് പുറത്ത് ഇത് ധരിക്കരുത്, അല്ലെങ്കിൽ ഭയങ്കരമായ എന്തെങ്കിലും സംഭവിക്കും. എന്നാൽ ഗോയോ അത് ഗൗരവമായി എടുക്കുന്നില്ല. മത്സരം ആരംഭിക്കുന്നു. ഇത്തവണ എല്ലാം മാറുന്നു. വിദുഷക്കിന് ഒരു അവസരവുമില്ല.